മഹാന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ദുആ അള്ളാഹു ഖുർആനിൽ പറയാണ്. അതായത് മകനെ കൊണ്ടുപോയി ആക്കി, ഭാര്യ ചോദിക്കുകയാണ് എങ്ങോട്ടാണ് പോകുന്നത്. അദ്ദേഹം വികാരാധീനാണ്, അദ്ദേഹം ഒന്നും പറയാൻ സാധിക്കുന്നില്ല. സഹീഹുൽ ബുഖാരിയിൽ കാണാം, അവരുടെ കൺമറയത്ത് നിന്ന് പോയതിന് ശേഷം അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവെ, ഞാൻ ഈ മക്കളെ, ഭാര്യയെ നിന്റെ പരിശുദ്ധ ഭവനത്തിനരികിലാക്കിയിരിക്കുന്നു. അവർ നമസ്കാരക്കാരാകാൻ, ശരിയായ ആബിദീങ്ങളാകാൻ, ജനങ്ങളുടെ ഹൃദയങ്ങളെ നീ അവരിലേക്ക് തിരിക്കണം, നീ അവർക്ക് വിഭവങ്ങൾ നൽകണം എന്നൊക്കെ ഒന്ന് കൺമറയത്ത് നിന്ന് മാറിയതിന് ശേഷം ദുആ ചെയ്യണം. അപ്പോൾ ഇതിവിടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്, ഉമ്മ എങ്ങനെയായിരിക്കും. ഉമ്മക്ക് ബേജാറുണ്ട്, ഉമ്മ ബേജാറ് പ്രകടിപ്പിച്ചു. എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയാണ് പോകുന്നത്? അവസാനം ഈമാനുള്ള ചോദ്യം ചോദിച്ചു, അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ ഇത്? അതേന്ന് പറഞ്ഞപ്പോൾ ഇതല്ലാ യുളയ്യുന, എങ്കിൽ അള്ളാഹു ഞങ്ങളെ പാഴാക്കുകയില്ല. അപ്പോൾ ഉമ്മൻ്റെ ഈമാൻ കാണിച്ചു, ഉപ്പൻ്റെ സ്വഭാവം കാണിച്ചു. കുടുംബത്തിന് മുമ്പിൽ ബേജാറായി നിൽക്കാൻ കഴിയില്ലല്ലോ. ഇപ്പം മകൻ മരിച്ചു എന്ന് കരുതുക, ഫോർ എക്സാമ്പിൾ. ഉപ്പമാർ മോർച്ചറിൻ്റെ മുമ്പിൽ കല്ല് പോലെ നിൽക്കും, എന്നിട്ട് വീട്ടിൽ വന്ന് കുറ്റിയടിച്ചിരുന്നിട്ട് പൊട്ടിക്കരയും. ഇതാണ് ഉപ്പാൻ്റെ ശരിക്കുള്ള മുഖം. ആൾക്കാരെ മുമ്പിൽ ഒന്നുമില്ലാത്തവർ നിന്നു, പിന്നെ ഒറ്റയ്ക്ക് വന്ന് കരയണം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് സങ്കടമുണ്ട്, അവരുടെ മുമ്പിൽ പ്രകടിപ്പിച്ചില്ല. കൺമറയത്ത് നിന്ന് മാറിയതിന് ശേഷം അദ്ദേഹം അള്ളാഹുവിലേക്ക് തിരിഞ്ഞതാണ്. അപ്പം ശരിയായ കുടുംബം എങ്ങനെയാകണം, അള്ളാഹുവിനോട് എങ്ങനെ ദുആ ചെയ്യണം, ഇത് ഖുർആനിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഇബാദത്തുകൾ നമ്മുടെ വീട്ടിലേക്ക് വരണം. പ്രധാനമായിട്ടും ദുആ, സുന്നത്ത് നമസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ. نعتويك لشكر صدقا وفاك بكر علماء دیوبند علماء دیوبند حق